എമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം 22-ാം ദിവസം ഡിസംബർ 22. ക്രിസ്തുമസിൻ്റെ സന്തോഷം, രക്ഷയുടെ സന്തോഷം. ഈ വിഷയത്തെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. യേശുക്രിസ്തുവിൻ്റെ ജന്മത്തിരുന്നാൾ നാം ആശംസിക്കാറുള്ളത് ഹാപ്പി ക്രിസ്മസ് അഥവാ മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. യേശുവിൻ്റെ ജനനം സന്തോഷകരമായൊരു സംഭവമായി ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? കാലിത്തൊഴുത്തിലെ പിറവി സന്തോഷകരമാകുന്നത് എങ്ങനെ? വഴിയരികിലുള്ള സത്രത്തിൻ്റെ വരാന്തയുടെ ഒരു മൂലയിൽ പോലും ദൈവം മാതാവിന് പ്രസവിക്കാൻ ഇടം കിട്ടാത്ത തരത്തിലുള്ള യേശുവിൻ്റെ ജനനം ഇങ്ങനെ ഹാപ്പി ബർത്താകും. ചോരക്കുഞ്ഞിനെ കിടത്താൻ മാർദ്ദവമുള്ള ഒരു കിടക്കയോ പിള്ളത്തൊട്ടിലിനോ പകരം കാലികളുടെ മൂത്രവും ചാണകവും കൊണ്ട് വൃത്തിഹീനമായ വൈക്കോൽ വിരിപ്പിൽ യേശു പിറന്നത് എങ്ങനെ ഹാപ്പി ബർത്താകും? ഏത് വീട്ടിലും ഒരു കുഞ്ഞുണ്ടായാൽ അടുത്ത ബന്ധുക്കളും അയൽക്കാരും വിവരമറിഞ്ഞുടൻ ഓടിയെത്തി മാതാപിതാക്കന്മാരുടെ സന്തോഷത്തിൽ പങ്കുചേരാതിരിക്കുമോ? പക്ഷേ യേശുവിൻ്റെ ജനനത്തിൽ കന്യകമറിയത്തിൻ്റെയോ യൗസേപ്പിതാവിൻ്റെയോ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഒരാൾ പോലും ഈ ജനനം കാണാൻ വന്നില്ല. പിന്നെങ്ങനെ ഇത് ഹാപ്പി ബർത്താകും? 89 ദിവസങ്ങൾ കുന്നും മലയും താണ്ടി ഉറക്കമിളച്ചും വിശന്ന് വലഞ്ഞും തളർന്ന പരിശുദ്ധ അമ്മ പ്രസവത്തിന് ശേഷം എവിടെ ഒന്ന് തല ചായ്ച്ചു കാണും? ആ വൈക്കോലിൽ തന്നെ. ഇതെല്ലാം നിസ്സഹായനായി കാണേണ്ടി വന്ന യൗസേപ്പിതാവിൻ്റെ മനോവിഷമം ആർക്ക് ഗ്രഹിക്കാനാകും? കാര്യങ്ങൾ എല്ലാം ഇങ്ങനെയായിരിക്കെ എന്തുകൊണ്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ആട്ടിടയരോട് ദൈവദൂതൻ ഇങ്ങനെ പറഞ്ഞു? ഇതാ സകല ജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്ന്. ലൂക്കാ 2:10. അതിനുള്ള ഉത്തരം ദൈവദൂതൻ തുടർന്ന് പറയുന്ന വാക്കുകളിലുണ്ട്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അവർണ്ണനീയമായ ദുരിതങ്ങളുടെ മധ്യയാണ് കന്യകാമറിയത്തിൻ്റെ പ്രസവം നടന്നതെങ്കിലും അത് ഏറ്റവും വലിയ സന്തോഷ വാർത്തയാകുന്നതിൻ്റെ കാരണം ജനിച്ചു വീണ ശിശു ആരാണ് എന്നതത്രേ. അവിടുന്ന് രക്ഷകനാണ്. കുറച്ചു പേരുടെ എല്ലാ സർവ്വ മനുഷ്യരുടെയും രക്ഷകൻ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 389 ഖണ്ഡികയിൽ അക്കാര്യം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. യേശു സർവ്വ മനുഷ്യരുടെയും രക്ഷകനാണ്. എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. ക്രിസ്തുവിലൂടെ എല്ലാവർക്കും രക്ഷ നൽകപ്പെടുന്നു. രക്ഷകനാണ് യേശു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 20 മുതൽ വാക്യങ്ങൾ അത് വ്യക്തമാണ്. യോസേപ്പ് ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. യേശു സർവ മനുഷ്യരുടെയും
സർവ്വ മനുഷ്യരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനാലാണ് ലോകം മുഴുവൻ അവിടുത്തെ ജന്നത്തിൽ അത്യധികം ആഹ്ലാദിക്കുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണമെന്നതിന് ആത്മശരീരങ്ങളുടെ വേർപെടൽ എന്നതിലുപരി ദൈവവും മനുഷ്യനും തമ്മിലുള്ള വേർപെടൽ എന്നാണ് അർത്ഥം. ജീവൻ്റെ ഉറവിടം ദൈവമാകയാൽ ദൈവത്തിൽ നിന്നുള്ള വേർപെടൽ ആയ പാപമാണ് മരണം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ വിവക്ഷിക്കുന്നത്. യേശുവിൻ്റെ വരവിനെ പറ്റിയുള്ള വിശുദ്ധ മത്തായി സുവിശേഷകൻ്റെ വിവരണം ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വാക്യങ്ങളിൽ. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബുലൂണിൻ്റെയും നപ്താലിയുടെയും അതിർത്തിയിൽ സമുദ്ര തീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് ഏശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയരുടെ ഗലീലി. അന്ധകാരത്തിൽ നിന്ന് ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ നാട്ടിലും നിഴലിലും ഇരുന്നവർക്കായി പ്രകാശം ഉദയം ചെയ്തു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ ജനനം നമുക്ക് സമ്മാനിക്കുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിൻ്റെ സന്തോഷമാണ്. ദൈവത്തെ നഷ്ടപ്പെടുത്തിയതിൻ്റെ ദുഃഖത്തിൽ നിന്നുള്ള വിടുതലിൻ്റെ ആനന്ദമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷ വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ആരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. അതിനാൽ ക്രിസ്മസിൻ്റെ സന്തോഷം വിശേഷ വസ്തുവകകളോ വസ്ത്രാഭരണങ്ങളോ വാങ്ങുന്നതിലോ വിശിഷ്ട ഭക്ഷണപാനീയങ്ങളുള്ള വിരുന്ന് ആസ്വദിക്കുന്നതിലോ വിലയേറിയ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിലോ കൊടുക്കുന്നതിലോ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിലോ ഒക്കെ കണ്ടെത്തുന്നത് ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥം തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ രക്ഷാകര ജനനത്തിൻ്റെ ഉദ്ദേശം തന്നെ അതുമൂലം നാം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. സാന്റായ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കരോൾ പരിപാടിക്കോ മനുഷ്യരുടെ സ്തുതി കിട്ടാൻ വേണ്ടി തയ്യാറാക്കുന്ന ഗ്രാൻഡ് പുൽക്കൂടിനോ കാഴ്ചക്കിമ്പമേകുന്ന നക്ഷത്ര അലങ്കാരങ്ങൾക്കോ രക്ഷയുടെ ആനന്ദം തരാനാവില്ല. ആഘോഷപൂർവകമായ ദേവാലയ തിരുക്കർമ്മങ്ങളിലെ കേവലവും ബാഹ്യവുമായ പങ്കാളിത്തത്തിന് പോലും ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്തോഷം പകരാൻ കഴിയുകയില്ല. ലോകം മുഴുവൻ നേടിയാലും കിട്ടാത്തതും യേശുവിനെ സ്വന്തമാക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതുമായ രക്ഷയുടെ ആനന്ദമാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്തോഷം. നോ ജീസസ്, നോ ക്രിസ്മസ്. The reason for the season is Jesus Christ. Amen.